നമസ്കാരം. മെഡിക്കൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് ജെനറ്റിക്സിനെ കുറിച്ചാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ ശ്രീലത നായരാണ്. വെൽക്കം മാം. നമസ്കാരം. ഈ വന്ധ്യത ചികിത്സയിൽ ജെനറ്റിക്സിൻ്റെ ആവശ്യകത എന്താണ്? വന്ധ്യത ചികിത്സയിൽ ജെനറ്റിക്സിൻ്റെ റോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് നമ്മൾ വേർതിരിച്ചാൽ മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി ഉണ്ട്, ഫീമെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി ഉണ്ട്. അതിനകത്ത് മെയിൽ ഫാക്ടർ നോക്കിയാൽ മെയിലിൽ എന്ന് വെച്ചാൽ ആണുങ്ങൾക്കുണ്ടാകുന്ന വന്ധ്യതയുടെ പാർട്ടായിട്ട് ജെനറ്റിക് ആവാം. അതിനകത്ത് ക്രോമസോമിൽ വ്യതിയാനങ്ങൾ, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം, ജേക്കബ്സൺ സിൻഡ്രോം ഇങ്ങനത്തെ പോലത്തെ ജെനറ്റിക് അസുഖങ്ങൾ വരാം. അത് നമ്മൾക്ക് ക്രോമസോം എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് അസുഖങ്ങളുടെ പേര് പറഞ്ഞല്ലോ, അത് എന്താണ് അതിൻ്റെ സിംറ്റംസ് എന്താണ്, അത് എന്തുകൊണ്ടാണ് വരുന്നത്? ഇത് ആണുങ്ങൾക്ക് എന്താ പറയുന്നത്, കൗണ്ടിനകത്ത് ഒന്നിൽ കൗണ്ട് ഇല്ലാതിരിക്കുക, എസോസ്പെർമിയ, അല്ലെങ്കിൽ കൗണ്ട് തീരെ കുറഞ്ഞിട്ടിരിക്കുക, ഒലിഗോസ്പെർമിയയോ, അല്ലെങ്കിൽ കൗണ്ട് ഉണ്ട് പക്ഷേ മോട്ടിലിറ്റിയുടെ വിഷയം വരുന്ന മെയിൽസിൽ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് നമ്മൾക്ക് ജെനറ്റിക് ടെസ്റ്റുകൾ ഓഫർ ചെയ്യാം. അത് ഒരു ക്രോമസോം ടെസ്റ്റോ അല്ലെങ്കിൽ കാരിയോടൈപ്പിംഗ് പറഞ്ഞിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അതിലൂടെ നമുക്ക് ഇതുപോലത്തെയുള്ള ജെനറ്റിക് ക്രോമസോമിൽ ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. പിന്നെ ഉള്ള ഒരു മെയിൽസിൽ തന്നെ കാണപ്പെടുന്ന ഒരു കണ്ടീഷനാണ് വൈക്രോമസോം മൈക്രോ ഡിലീഷൻ എന്ന് പറയുന്നത്. വൈക്രോമസോം മൈക്രോ ഡിലീഷനകത്ത് വെരി സ്മോൾ ഡിലീഷൻസ് ഇൻ അസോസ്പെർമിയ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീനിൽ ഡിലീഷൻസ് ഉണ്ടെങ്കിലും കൗണ്ടിൻ്റെ വിഷയങ്ങളോ അല്ലെങ്കിൽ കൗണ്ട് ഉണ്ടെങ്കിലും സ്പേംസിൻ്റെ അല്ലെങ്കിൽ ബീജത്തിൻ്റെ ചലനത്തിലുള്ള വിഷയങ്ങൾ വരാം. ഇതൊക്കെ നമുക്ക് ക്രോമസോമിലൂടെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ വൈക്രോമസോം മൈക്രോ ഡിലീഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും. പിന്നെ ഫീമെയിൽ ഫാക്ടർ പറഞ്ഞാൽ ഫീമെയിൽ ഫാക്ടറിനകത്ത് ഇറെഗുലർ മെൻസ്ട്രേഷനുള്ള ലേഡീസിൽ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ഇല്ലാത്ത ലേഡീസിൽ നമുക്ക് ഫീമെയിൽ ഫാക്ടർ നോക്കുമ്പോഴത്തേക്ക് ക്രോമസോമിൽ വ്യതിയാനമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് ടേർണർ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ജെനറ്റിക് കണ്ടീഷൻ, ഒരു ക്രോമസോം കുറവാകുന്ന ഒരു ജെനറ്റിക് കണ്ടീഷനും, അല്ലെങ്കിൽ മൊസൈക്ക്. നമുക്ക് നോർമലി ഒരു അബ്നോർമാലിറ്റീസും ഇല്ലാത്ത ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ക്രോമസോം എങ്ങനെയാണ്, അതിന്റെ നമ്പേഴ്സ് ഒക്കെ എങ്ങനെയാണ്? നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് 46 ക്രോമസോംസ് ആണ് ഉള്ളത്. 46 ക്രോമസോംസ് ആണ് ഉള്ളത്. ഫീമെയിൽസ് ആണെങ്കിൽ 46XX ആയിരിക്കും, മെയിൽസ് ആണെങ്കിൽ 46XY ആയിരിക്കും. മെയിൽ ഫാക്ടർ Y ആണെന്ന് തോന്നുന്നു. അതെ. പിന്നെ മെയിൽസിൽ പറയുമ്പോഴത്തേക്ക് 47XXY എന്ന് പറയുന്നതാണ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. ഒരു ക്രോമസോം അധികമായി. അതേപോലെ 47XYY എന്നും പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. ഇതെല്ലാം ക്രോമസോമിൽ ഒരു എക്സ്ട്രാ നമ്പർ വരുന്നത് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. അതെ. അതേപോലെ തന്നെ ഫീമെയിൽസിൽ ഒരു ക്രോമസോം എക്സ് ക്രോമസോം കുറവ് വന്നാൽ 45X0 എന്ന് പറയും, ടേർണർ സിൻഡ്രോം പോലത്തെ ജെനറ്റിക് കണ്ടീഷൻ വരാം. അപ്പോഴും പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റീസ് വരാം, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് പീരിയഡ്സ് വരാം, അല്ലെങ്കിൽ ഏർലി പീരിയഡ്സിൽ നിന്ന് പോവും. ഇങ്ങനത്തെയുള്ള ഫാക്ടേഴ്സൊക്കെ നമുക്ക് ജെനറ്റിക് ആയിട്ടുള്ളത് നമുക്ക് ക്രോമസോം ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും. അതുപോലെ നമ്മുടെ പ്രഗ്നൻസിയിൽ ഇപ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ, ഇതിൽ ജെനറ്റിക്കലി ഉള്ള ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണോ ചെയ്യേണ്ടത്? ഇതിനൊരു ടൈം ലിമിറ്റ് ഉണ്ടോ? ഇപ്പോൾ ഒരു 3 ട്രൈമസ്റ്റർ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ ഇന്ന സമയത്ത് അത് ചെയ്യണം അല്ലെങ്കിൽ ഇത്രാമത്തെ മാസത്തിൽ അത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? റൈറ്റ്. പ്രഗ്നൻസിയിൽ ജെനറ്റിക് ടെസ്റ്റിങ്ങിനെക്കാട്ടിലും കൂടുതൽ ജെനറ്റിക് സ്ക്രീനിങ്ങിനാണ് ആദ്യം റോൾ വരുന്നത്. ഒരു കപ്പിളിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണി ആകുമ്പോഴത്തേക്ക് അവർക്ക് ഫാമിലിയിൽ വേറെ ഹിസ്റ്ററി ഒന്നും ഇല്ല, ജെനറ്റിക് അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളവർക്ക് നമ്മൾ ജെനറ്റിക് സ്ക്രീനിങ് ആണ് ഓഫർ ചെയ്യുന്നത്. ജെനറ്റിക് സ്ക്രീനിങ് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഏറ്റവും നല്ലത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ 11 to 13 weeks 6 days NT സ്കാൻ കഴിഞ്ഞവർക്ക്, 3 months വരെയുള്ള സമയം, 3 months നമുക്കൊരു പ്രധാനപ്പെട്ട സ്കാനിങ് ഉണ്ട്. NT സ്കാൻ കഴിഞ്ഞിട്ട് NT സ്കാൻ നോർമൽ ആയിട്ടുള്ളവർക്ക് നമ്മൾ ഡബിൾ മാർക്കർ പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റുകൾ നമുക്ക് ഓഫർ ചെയ്യേണ്ടതാണ്. അതിനകത്ത് നമുക്ക് 3 തരം ജെനറ്റിക് പ്രോബ്ലംസ്, ഡൗൺസ്, എഡ്വേർഡ് സിൻഡ്രോം, പട്ടാവ് സിൻഡ്രോം, ഈ 3 ജെനറ്റിക് കണ്ടീഷൻ. കുറച്ച് മുമ്പ് പറഞ്ഞ ഈ ഓരോ ക്രോമസോം കൂടി അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന പ്രശ്നങ്ങൾ. പക്ഷെ ഡബിൾ മാർക്കറിനകത്ത് നമുക്ക് 3 തരം ജെനറ്റിക് പ്രോബ്ലംസേ സ്ക്രീനിങ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ജനിതകമായിട്ട് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ഇപ്പം നമ്മളൊരു പേഷ്യൻ്റ് കണ്ടത് ഒരു ആൽപോർട്ട് സിൻഡ്രോം ആയിരുന്നു. അതിനകത്ത് ഹസ്ബൻഡ് അഫക്റ്റഡ് ആണ്, അപ്പോൾ അവരുടെ കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള 50% ചാൻസസ് ഉണ്ട്. അങ്ങനെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ജെനറ്റിക് ടെസ്റ്റിംഗ് ആണ് വേണ്ടിയത്. ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത ഗർഭിണിക്ക് നമ്മൾ ജെനറ്റിക് സ്ക്രീനിങ് ആണ് വേണ്ടിയത്. ജെനറ്റിക് സ്ക്രീനിങ് ഡബിൾ മാർക്കർ പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, സെക്കൻഡ് ട്രൈമസ്റ്ററിലാണെങ്കിൽ നമ്മൾ ക്വാഡ്രപ്പിൾ മാർക്കറോ അല്ലെങ്കിൽ NIPT പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും.
ഈ NIPTയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? അത് ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണോ ചെയ്യുന്നത്? അല്ല, NIPT അക്രോസ് ഓൾ ദ ട്രൈമസ്റ്റേഴ്സ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും. അഡ്വാൻസ്ഡ് ആണെന്ന് തോന്നുന്നു. എക്സാക്ട്ലി. NIPS എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ സ്ക്രീനിങ് ആണ്. നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ സ്ക്രീനിങ് പറയുമ്പോൾ അതിനെ ടെസ്റ്റിംഗ് എന്നും ചിലവർ പറയപ്പെടും. ഇത് ഭയങ്കര ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അത് നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഓഫർ ചെയ്യാൻ പറ്റും, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഓഫർ ചെയ്യാൻ പറ്റും, തേർഡ് ട്രൈമസ്റ്ററിൽ ഓഫർ ചെയ്യാൻ പറ്റും. പക്ഷേ തേർഡ് ട്രൈമസ്റ്ററിൽ അതിൻ്റെ ഒരു റോള് പ്രത്യേകിച്ചും ഇല്ല. ഇതിനകത്ത് കുഞ്ഞിൻ്റെ DNA മദറിൻ്റെ ബ്ലഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. സെൽ ഫ്രീ ഫീറ്റൽ DNA എന്ന് പറഞ്ഞിട്ടുള്ള DNA മദറിൻ്റെ ബ്ലഡിൽ നിന്ന് എടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് ക്രോമസോമിൽ വ്യതിയാനങ്ങൾ ഉണ്ടോ ഇല്ലയോ നോക്കാൻ പറ്റുന്നത്. ദാറ്റ് ഹാസ് ഗോട്ട് 99% accuracy. സോ ഡബിൾ മാർക്കർ ഉണ്ട് നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ക്വാഡ്രപ്പിൾ മാർക്കർ ഉണ്ട്. NIPS നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഓഫർ ചെയ്യാൻ പറ്റും, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഓഫർ ചെയ്യാൻ പറ്റും. സോ എല്ലാ ഗർഭിണികളും അറിഞ്ഞിരിക്കേണ്ടത് ഈ ജനറ്റിക് സ്ക്രീനിങ് ഉണ്ട്. ഈ ജനറ്റിക് സ്ക്രീനിങ് അവർ അവെയിൽ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണെങ്കിൽ ഒന്നിൽ ഡബിൾ മാർക്കർ അല്ലെങ്കിൽ NIPT, സെക്കൻഡ് ട്രൈമസ്റ്ററിലാണെങ്കിൽ ക്വാഡ്രപ്പിൾ അല്ലെങ്കിൽ NIPT. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ട്രിപ്പിൾ മാർക്കർ പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ് ഒബ്സൊലീറ്റ് ആയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ട്രിപ്പിൾ മാർക്കറിനെക്കാട്ടിലും കൂടുതൽ ആക്യുറസി ഉള്ള ടെസ്റ്റാണ് ക്വാഡ്രപ്പിൾ മാർക്കർ ടെസ്റ്റ്. സോ അതുകൊണ്ട് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് ഒരു ഗർഭിണി നമ്മുടെ അടുക്ക് അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന്റെ അടുക്ക് വരുവാണെങ്കിൽ അവർ ക്വാഡ്രപ്പിൾ മാർക്കറോ NIPTയോ ചെയ്യുന്നു. ഇപ്പം മാം പറഞ്ഞല്ലോ ഈ ക്രോമസോമൽ വ്യതിയാനം കാരണം ഇപ്പോൾ ഒരു ക്രോമസോം കൂടിയ അല്ലെങ്കിൽ ഒരു ക്രോമസോം കുറഞ്ഞത് കൊണ്ട് കുറച്ച് രോഗങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ സിംറ്റംസ് എന്താണ്? ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? ഇപ്പോൾ ഡൗൺ സിൻഡ്രോം പറയുകയാണെങ്കിൽ ഡൗൺ സിൻഡ്രോം ആണ് മോസ്റ്റ് കോമണസ്റ്റ് ജനറ്റിക് കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ക്രോമസോം അധികമാകുമ്പോഴത്തേക്ക് 21st ക്രോമസോം അധികമാകുമ്പോഴത്തേക്കാണ് ഡൗൺ സിൻഡ്രോം പറഞ്ഞിട്ടുള്ളൊരു ജനറ്റിക് കണ്ടീഷൻ. അതൊക്കെ എപ്പോഴാണ് ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യേണ്ടത്? അത് ചെയ്തതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നമ്മളുടെ അടുക്ക് പേഷ്യൻസ് വരുമ്പോഴത്തേക്ക് അവർ ഓൾറെഡി പ്രഗ്നൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ജനറ്റിക് ടെസ്റ്റിംഗ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. സോ ഏറ്റവും ബെസ്റ്റ് ജനറ്റിക് പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രഗ്നൻസിയിൽ മുമ്പായിട്ട് ഈ ഫാമിലിയോ അല്ലെങ്കിൽ ഈ കപ്പിളോ അവരുടെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ എക്സാക്ട്ലി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പെയോ അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് ആ ഒരു ജനറ്റിക് അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ ജനറ്റിക് ടെസ്റ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എവിടെയാണ് വ്യതിയാനം എന്നുള്ളത് കണ്ടുപിടിച്ച് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ ദാറ്റ് നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവും. ഫസ്റ്റ് ബേബിക്ക് എന്താണ് മ്യൂട്ടേഷൻ, ആ മ്യൂട്ടേഷൻ ഏതാണെന്നുള്ളതും അറിയാം നമുക്ക് നേരത്തെ. അപ്പോൾ പ്രഗ്നൻസിയിൽ 3-ാം മാസത്തിൽ ഏർലി തന്നെ നമുക്ക് 3 months കോറിയോണിക് വില്ല സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ പ്ലാസൻറ്റയിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ കോറിയോണിക് വില്ലസിൽ നിന്ന് നമുക്ക് ബയോപ്സി ചെയ്തിട്ട് അതേ മ്യൂട്ടേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നേരത്തെ ഓൾറെഡി പ്രീ പ്രഗ്നൻസി വർക്കപ്പ്, പ്രീ ജനറ്റിക് വർക്കപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് വ്യതിയാനം എവിടെയാണെന്ന് അറിയാം. ആദ്യത്തെ നമ്മൾ ആ 3 മാസത്തിൽ തന്നെ നമ്മൾ ആ ജനറ്റിക് കോറിയോണിക് വില്ല സാമ്പിളിങ്ങിൽ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വെൽ ഇൻ അഡ്വാൻസ് ടൈമുണ്ട്. ഇപ്പം പ്രഗ്നൻസിയിൽ അഫക്റ്റഡ് അല്ലാത്ത ബേബിയാണ്, നോർമൽ ബേബി ആണെങ്കിൽ ആ ഒരു ജനറ്റിക് വ്യതിയാനം ഇല്ല എങ്കിൽ പ്രഗ്നൻസി അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി ബൈ ചാൻസ് അതൊരു അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ബേബി ആണെങ്കിൽ അവർക്ക് ടെർമിനേഷൻ പ്ലാൻ ചെയ്യാം. സോ നമുക്ക് സമയമുണ്ട്. 24 വീക്സിന് മുമ്പായിട്ട് പ്രഗ്നൻസി ടെർമിനേഷൻ ചെയ്യാൻ പറ്റും ലീഗലി. പലപ്പോഴും പ്രഗ്നൻസിയിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ അധികം സമയം കാണത്തില്ല. സോ ഏറ്റവും നല്ലത് പ്രീ പ്രഗ്നൻസിയിലോ ബിഗിനിങ് സ്റ്റേജിലോ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് മുമ്പായിട്ട് തന്നെ ജനറ്റിക് വർക്കപ്പ് എല്ലാം ചെയ്തു വെച്ചാൽ ദെൻ ഇറ്റ് ഈസ് ഈസി. അപ്പോൾ ഇതിങ്ങനെ ഒരു അബ്നോർമാലിറ്റി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ടെർമിനേഷൻ ആണ് അതിനുള്ള ഒരു ജനറ്റിക് പ്രോബ്ലം ആണെങ്കിൽ നമുക്കത് മരുന്ന് കൊടുത്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എടുക്കുവാണെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ഉള്ള 2 ജനറ്റിക് കണ്ടീഷൻസാണ് ഭയങ്കര കോമൺ ആയിട്ട് വരുന്നത്. ഒന്ന് സ്പൈനൽ മസ്കുലർ എട്രോഫി പറഞ്ഞിട്ടുള്ള ഒരു ജനറ്റിക് കണ്ടീഷനും സെക്കൻഡ് എന്ന് പറയുന്നത് താലസീമിയ പറഞ്ഞിട്ടുള്ള ജനറ്റിക് കണ്ടീഷൻ. ഇത് രണ്ടും നമ്മുടെ പോപ്പുലേഷനിൽ ക്യാരിയർ ഫ്രീക്വൻസി ഹൈ ആണ്. സോ നമ്മൾ ഒന്നിൽ പ്രഗ്നൻസിയിൽ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ മുമ്പായിട്ട് ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ കപ്പിളിൽ 2 പേരുടെയും നമ്മൾ ക്യാരിയർ ടെസ്റ്റിംഗ് ചെയ്തിട്ട് SMA പറഞ്ഞിട്ടുള്ള അസുഖത്തിൻ്റെ ക്യാരിയർ അല്ലാന്നും താലസീമിയ പറഞ്ഞിട്ടുള്ള അസുഖത്തിൻ്റെ ക്യാരിയർ അല്ലാന്നും നമ്മൾക്ക് ഉറപ്പ് വരുത്തിയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഇനി ബൈ ചാൻസ് ഇവർ 2 പേരും ക്യാരിയർ ആണെങ്കിൽ
നമുക്ക് അതിനനുസരിച്ചിട്ട് പ്രഗ്നൻസിയിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ഒന്നിയിൽ കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് 3-ാം മാസത്തിലോ അല്ലെങ്കിൽ 4-ാം മാസത്തിൽ ഫ്ലൂയിഡ് ടെസ്റ്റ് നമുക്ക് ചെയ്തിട്ട് ഗർഭസ്ഥ ശിശു അഫക്റ്റഡ് ആണോ നോർമൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഈ 2 രോഗങ്ങൾ പറഞ്ഞല്ലോ, തലസീമിയ അതുപോലെ വേറൊരു അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെ സിംറ്റംസ് എന്താണ്? ഈ മെൻ്റൽ റിട്ടാർഡേഷൻ തന്നെയാണോ ഓൾമോസ്റ്റ് എല്ലാ? താലസീമിയ ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. താലസീമിയയ്ക്കകത്ത് ഹീമോഗ്ലോബിൻ ഒരെണ്ണം എബ്നോർമൽ ആവുന്നത് കൊണ്ടാണ് ബീറ്റാ തലസീമിയ പറഞ്ഞിട്ടുള്ള ഒരു ജനറ്റിക് കണ്ടീഷൻ വരുന്നത്. ആ കുട്ടികൾക്ക് അതിൻ്റേതായ തലസീമിയയുടെ പ്രശ്നം ഉള്ളത് കൊണ്ട് റിപ്പീറ്റഡായിട്ട് എല്ലാ മാസവും മോസ്റ്റ്ലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരുന്ന കണ്ടീഷനാണ്. അത് അവരുടെ ഗ്രോത്തിനെയും എല്ലാ ലിവറിനെയും സ്പ്ലീനെയും ഒക്കെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ത്രൂ പ്രീനേറ്റൽ ഡയഗ്നോസിസ് അല്ലെങ്കിൽ പ്രീ പ്രഗ്നൻസി പ്ലാനിങ്ങിലോട്. അതേപോലെ സ്പൈനൽ മസ്കുലർ എട്രോഫി പറഞ്ഞിട്ടുള്ള ജനറ്റിക് കണ്ടീഷൻ, അത് ഒരു ന്യൂറോ മസ്കുലർ ഡിസോർഡർ ആണ്. കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ തന്നെ മസിൽസിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതൊരു ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. കുഞ്ഞുങ്ങൾ SMA type 2 1 ഒക്കെ ആണെങ്കിൽ ജനിച്ച ഉടനെ തന്നെ 3 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ മരണപ്പെടുന്ന കണ്ടീഷൻസാണ്. ഇത് നമുക്ക് ജനറ്റിക് പ്രോബ്ലം ആയതുകൊണ്ട് ഐ തിങ്ക് എല്ലാവരും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകും, ഒരു 14 കോടിയുടെ ഒരു മരുന്ന് SMAക്ക് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. പക്ഷേ ഇതെല്ലാവർക്കും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കിത് പ്രിവെൻഷൻ ത്രൂ പ്രഗ്നൻസിയിലാണെങ്കിൽ പ്രീനേറ്റൽ ഡയഗ്നോസിസിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് മുമ്പാണെങ്കിൽ നമുക്ക് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനെയുള്ള ജനറ്റിക് ആയിട്ടുള്ള ഈ ഡിഫക്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ക്യൂർ ആവുന്നത്? അത് ഏത് രീതിയിലാണ് അതിനെതിരെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ സ്പൈനൽ മസ്കുലർ എട്രോഫി പറഞ്ഞാലും താലസീമിയ പറഞ്ഞാലും ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് വേണ്ടിയത്. ഇപ്പോൾ രണ്ടിനും പീഡിയാട്രിഷ്യൻസ് ഇൻവോൾവ് ആവണം. കുട്ടികൾക്കായിരുന്നു പീഡിയാട്രിഷ്യൻസ് ഇൻവോൾവ്, അവർക്കൊരു സംശയം തോന്നണം. അതേപോലെ തന്നെ ന്യൂറോളജിസ്റ്റ്, ഹെമറ്റോളജിസ്റ്റ്, അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് വേണ്ടിയത് ഈ കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റിനും മാനേജ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ളത്. ഇത് പ്യുവർലി ക്യൂർ ആവുമോ? ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്യുവർലി ക്യൂർ ആവണമെന്നില്ല. ഇല്ല. മാം, ഈ ജനിതക രോഗങ്ങളെല്ലാം പാരമ്പര്യമായിട്ടാണ് വരുന്നത് എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. അങ്ങനെയാണോ? ശരിക്കും അങ്ങനെയാണോ? അതോ ജനിതക രോഗങ്ങൾ പാരമ്പര്യം അല്ലാതെയും വരാമോ? യെസ്, അതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും ജനറ്റിക് ആയതുകൊണ്ട് എപ്പോഴും പാരമ്പര്യമായിട്ട് തന്നെ വരുമെന്നാണ്. അങ്ങനെയല്ല. ഡൗൺ സിൻഡ്രോം പോലത്തെ ഉള്ള ജനറ്റിക് കണ്ടീഷൻ പാരമ്പര്യമില്ലാത്ത ഒരാൾക്കും വരാം. എന്ന് വെച്ചാൽ നമുക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടാവാനുള്ള ഇൻസിഡൻസിൻ്റെ ചാൻസ് 1 in 700 ലൈഫ് ബേർഡ്സ് ആണ്. അപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഇല്ലാത്തവർക്കും ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുണ്ടായേക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രഗ്നൻസിയിൽ സ്ക്രീനിങ് ടെസ്റ്റുകളാണ് അതിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കാനുള്ള ഡബിൾ മാർക്കറോ ക്വാഡ്രുപ്പിളോ NIPT പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പാരമ്പര്യമുള്ളവർക്ക്, ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലിയിൽ ജനറ്റിക് കണ്ടീഷൻസ് എന്തെങ്കിലും പ്രത്യേകിച്ച് ആയിട്ടുള്ളതുണ്ടെങ്കിൽ, ഇപ്പോൾ ഡെഫ്നെസ് ആവാം, അല്ലെങ്കിൽ ഒരു കഞ്ചനൈറ്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ പറഞ്ഞിട്ടുള്ള ജനറ്റിക് കണ്ടീഷൻസ് ആവാം, സിസ്റ്റിക് ഫൈബ്രോസിസ് ആവാം. ഇങ്ങനത്തെയുള്ള ജനറ്റിക് കണ്ടീഷൻ ഫാമിലിയിലുണ്ടെങ്കിൽ ചിലപ്പോൾ അഡൾട്ട് ഓൺസെറ്റ് ഹണ്ടിങ്ടൺസ് ഡിസീസ് അങ്ങനത്തെ പോലത്തെ ജനറ്റിക് കണ്ടീഷൻ ഉള്ള ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ അവർ നേരത്തെ തന്നെ ജനറ്റിക് ടെസ്റ്റിംഗ് തന്നെ ചെയ്യണം. അപ്പോൾ സ്ക്രീനിങ് റോളില്ല. അപ്പോൾ ജനറ്റിക് ടെസ്റ്റ് തന്നെ ചെയ്യണം. ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സും നമുക്ക് ജനറ്റിക് ടെസ്റ്റിങ്ങിലൂടെ ബിഫോർ ദ സിംറ്റംസ് സ്റ്റാർട്ട്സ് ഓൾസോ വി ക്യാൻ ഡയഗ്നോസ് ഇറ്റ്. ടെസ്റ്റിലൂടെ കൺഫേമും ചെയ്യാൻ പറ്റും. ഈ ഓട്ടിസം ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണല്ലോ, അത് ജനറ്റിക്കലി വരുന്നതാണോ അതോ ഹെറിഡിറ്ററി ആണോ? ഓട്ടിസം എന്ന് പറയുന്നത് ഇതൊരു മൾട്ടിഫാക്ടോറിയൽ ആണ്. അതിനകത്ത് കുറച്ച് ഫാക്ടേഴ്സ് ജനറ്റിക് ആയിട്ടുള്ളതുകൊണ്ട് കുറച്ച് അല്ലാതെയും ഉണ്ട്. അപ്പം അത് നമ്മൾ ബിഫോർ ഒരു കുട്ടിയെ നമ്മൾ ഓട്ടിസം എന്നുള്ളൊരു ലേബൽ ചെയ്യുന്നതിന് മുമ്പേ ഒരു കംപ്ലീറ്റ് ഇവാലുവേഷന് വേണ്ടിയതാണ്. അത് ഒരു എക്സ്പെർട്ട് ടീമിലൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഓട്ടിസം ആണെങ്കിൽ നമുക്ക് കുറച്ച് പാനൽ ഓഫ് ജീൻസ് ഉണ്ട് ഓട്ടിസം റിലേറ്റഡ്, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജനറ്റിക് ടെസ്റ്റിലൂടെ കൺഫേം ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ കുട്ടികളും കുറച്ച് പൊറമോട്ടിസ് ആണെങ്കിൽ അതിനെ ഉടനെ തന്നെ ഓട്ടിസം ലേബൽ ചെയ്യുന്നതിന് മുമ്പേ ഡോക്ടറെ കണ്ടിട്ട് പ്രോപ്പറായിട്ട് ഒരു ഇവാലുവേഷൻ കഴിഞ്ഞിട്ടേ ഒരു കുട്ടിയെ അങ്ങനെ ലേബൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ മാം, ഈ ഫ്ലൂയിഡ് ടെസ്റ്റ് എന്താണ് ശരിക്കും? അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ജനറ്റിക്കലി വരുന്ന എല്ലാ അസുഖങ്ങളും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ? ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഞാനത് 2 ഭാഗമായിട്ട് അതിനെ ആൻസർ ചെയ്യാം. ഫ്ലൂയിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റിംഗ് ആണ്.
അത് പ്രഗ്നൻസിയിൽ ഒരു ഗർഭിണിയായ സ്ത്രീ ഫ്ലൂയിഡ് ടെസ്റ്റ് എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ ചുറ്റുമുള്ള ഫ്ലൂയിഡിൽ നിന്ന് കുറച്ച് ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യുന്നതാണ് ഫ്ലൂയിഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ആംനിയോസെൻറ്റസിസ് എന്ന് പറയപ്പെടുന്നത്. അത് 16 വീക്സ് മുതൽ ഒരു 20 to 24 വീക്സ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഗർഭാവസ്ഥയിൽ. മന്ത്സ് ആയിട്ട് പറയുകയാണെങ്കിൽ 4 മാസം മുതൽ 5 ഇപ്പം നമുക്ക് 24 വീക്സ് വരെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് തൊട്ട് മുമ്പ് വരെ ഫ്ലൂയിഡ് ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യുന്ന സാധാരണ രീതിയിൽ നമ്മൾ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അതൊരു ഇൻവേസീവ് പ്രൊസീജിയറാണ്. കുഞ്ഞിൻ്റെ ചുറ്റുമുള്ള ഫ്ലൂയിഡ് അമ്മയുടെ വയറ്റിൽ കൂടെ സൂചി കുത്തിയിട്ടാണ് കുഞ്ഞിൻ്റെ ചുറ്റുമുള്ള ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ജനറ്റിക് ടെസ്റ്റിംഗ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ, എന്തിനാണ് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നത്, ആ ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഗർഭിണി വേറെ ഫാമിലി ഹിസ്റ്ററി ഒന്നുമില്ല, ഡബിൾ മാർക്കറിനകത്ത് കണ്ട ഒരു ഹൈ റിസ്ക് ആയിട്ട് വന്നു, അല്ലെങ്കിൽ ക്വാഡ്രപ്പിളിനകത്ത് ഹൈ റിസ്ക് ആയിട്ട് വന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫ്ലൂയിഡ് ടെസ്റ്റിൽ നിന്ന് ക്രോമസോമൽ വ്യതിയാനങ്ങളാണ് അറിയേണ്ടത്. ക്രോമസോമൽ വ്യതിയാനങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നിൽ കാരിയോടൈപ്പിംഗ് പറഞ്ഞിട്ടുള്ള ടെസ്റ്റോ അല്ലെങ്കിൽ ക്രോമസോമൽ മൈക്രോ അറേ പറഞ്ഞിട്ടുള്ള ജനറ്റിക് ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്. അതിനകത്ത് നമുക്ക് ക്രോമസോമിൽ വ്യതിയാനം ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. പറഞ്ഞ 2 ടെസ്റ്റുകളിലും ആക്യുറസി കൂടിയ ടെസ്റ്റ് ഏതാണ്? ആക്യുറസി കൂടിയത് ക്രോമസോമൽ മൈക്രോ എറേക്കാണ്. അതിനകത്ത് മൈക്രോ ഡിലീഷൻസും ഡ്യൂപ്ലിക്കേഷൻസും കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ജനറ്റിക് ടെസ്റ്റുകളുടെ റിസൾട്ട് എത്ര ദിവസത്തിനകമാണ് നമുക്ക് കിട്ടുക? അത് ഒരുപാട് കാലതാമസം ഉണ്ടോ? എങ്ങനെയാണത്? ജനറ്റിക് ടെസ്റ്റിങ്ങിൽ അതുകൊണ്ടാണ് നമ്മൾ ജനറ്റിക് ടെസ്റ്റിങ്ങിലുള്ള കാലതാമസം അല്ലെങ്കിൽ ഡിലേ ഈസ് ബിക്കോസ് ഓഫ് ദ ടെക്നിക്സ് ഇൻവോൾവ്. അതുകൊണ്ടാണ് നമ്മൾ കഴിവതും പ്രഗ്നൻസിക്ക് മുമ്പായിട്ട് കപ്പിൾസ് നമ്മളെ അപ്രോച്ച് ചെയ്യണം എന്ന് പറയുന്നത്, അല്ലെ ഡോക്ടറെ കാണണം എന്ന് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ കയ്യിൽ ഭയങ്കര ടൈം ലിമിറ്റ് കുറവായിരിക്കും. ഇപ്പോൾ കാരിയോടൈപ്പിംഗ് പറഞ്ഞ ടെസ്റ്റ് ആണെങ്കിൽ സിമ്പിൾ ടെസ്റ്റാണ്, അത് തന്നെ ഒരു 15 ഡേയ്സിന് മേലെ സമയമെടുക്കും. ജീൻ ടെസ്റ്റിലേക്കാണെങ്കിൽ പോകുന്നതെങ്കിൽ ഇറ്റ് മൈറ്റ് ടേക്ക് അപ്പോൾ ഒരു ക്ലിനിക്കൽ എക്സോം ടെസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റഡ് ജീൻ ടെസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾക്ക് അതിന്റെ റിപ്പോർട്ട്സ് വരാൻ ഒരു 1 മന്ത് ടൈമെങ്കിലും എടുക്കും. അതുകൊണ്ടാണ് ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രഗ്നൻസിക്ക് മുമ്പായിട്ട് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യുക. പിന്നെ ഓഡിയൻസിന് വേറെ ഒരു കാര്യങ്ങളും കൂടെ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കപ്പിൾ ഗൈനക്കോളജിസ്റ്റിനെ പ്രഗ്നൻസി സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഡോക്ടറെ കാണുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ആയിട്ട് ഈ കാര്യങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും വേണം. അവരുടെ ഫാമിലി ഹിസ്റ്ററി അവർക്കേ അറിയത്തുള്ളൂ. അവർ ഫാമിലി ഹിസ്റ്ററി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഇതൊക്കെ ഏർലി കണ്ടുപിടിക്കാനും പറ്റും, അതിനനുസരിച്ചിട്ട് ഉള്ള പ്ലാനിങ്ങും ചെയ്യാൻ പറ്റും. ഈ ജനറ്റിക് ടെസ്റ്റുകൾ ഭയങ്കര ഹൈലി കോസ്റ്റ്ലി ആയിട്ടാണ്. കോസ്റ്റ് ഫാക്ടർ ചില ടെസ്റ്റുകൾക്ക് മാത്രമേ ഉള്ളൂ കോസ്റ്റ് ഫാക്ടർ വരുന്നത്. ചില ടെസ്റ്റുകൾ ഇപ്പം ഒരു കാരിയോടൈപ്പിംഗ് ഞാൻ നേരത്തെ പറഞ്ഞതുള്ള ടേണർ സിൻഡ്രോം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം പോലത്തെ സാധാരണ ഉള്ള ഒരു ജനറ്റിക് ക്രോമസോമൽ വേരിയേഷൻസ് നമുക്ക് കാരിയോടൈപ്പിംഗ് പറഞ്ഞ ഒരു 2,000-3,000 റുപ്പീസിന് ബ്ലഡ് ടെസ്റ്റ് ആണ്. പക്ഷേ ഒരു എക്സോം ടെസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ ഹോൾ ജിനോം ടെസ്റ്റിംഗ് ആണെങ്കിൽ ദാറ്റ് മൈറ്റ് കോസ്റ്റ് ബിറ്റ്വീൻ അറൌണ്ട് 18,000 to 25,000 റുപ്പീസ് എങ്കിലും ആകും. അതുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിന് ടൈമും കൂടുതൽ വരുന്നത്. 1 മന്തോളം എടുക്കുന്നുണ്ട്. മാം, ഈ ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുൻപും അതുപോലെ ജനറ്റിക് ടെസ്റ്റുകളുടെ റിസൾട്ട് വന്നതിന് ശേഷവും കൗൺസിലിംഗ് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, എന്താണ് അങ്ങനെ പറയുന്നത്? റൈറ്റ്, ജനറ്റിക് ടെസ്റ്റിങ്ങിന് മുമ്പായിട്ടുള്ള കൗൺസിലിംഗിനാണ് പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ജനറ്റിക് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള കൗൺസിലിംഗിനാണ് പോസ്റ്റ് ടെസ്റ്റ് ജനറ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ജനറ്റിക് കൗൺസിലിംഗ് ഒന്നുമില്ല, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് അവരുടെ ഭാഷയിൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ജനറ്റിക് കൗൺസിലിംഗ്. അതിനകത്ത് വേറെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് എന്താണ് ജനറ്റിക് വ്യതിയാനം, ഇത് ഇൻഹെറിറ്റഡ് ആണോ, വേറെ ആരെങ്കിലും കൂടെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ അത് കൺഫേം ആയിട്ടുണ്ടോ, അതോ ഒരു ചിലപ്പോൾ സെക്കൻഡ് ടെസ്റ്റ് വേണോ, ഒരു തേർഡ് ടെസ്റ്റ് വേണോ എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സ് ആണെന്നേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന കപ്പിളാണോ, അത് ഓൾറെഡി പ്രഗ്നൻ്റ് ആണോ, അപ്പം നമ്മൾക്ക് പ്രഗ്നൻസിയിൽ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, ഇതൊക്കെ നമുക്കിതിൽ കവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് ടെസ്റ്റിന് മുമ്പായിട്ടുള്ള കൗൺസിലിംഗ് ആണ് പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു കഞ്ചനൈറ്റൽ എഡ്രിനൽ ഹൈപ്പർപ്ലേസിയ ഉള്ള ഒരു ഫസ്റ്റ് ബേബിക്കാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു ജീനിൻ്റെ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഉള്ള ജീൻസിൽ നമ്മൾ സംശയിക്കുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് അവർക്ക്
പറഞ്ഞാൽ മനസ്സിലാവണം, അല്ലാതെ അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെ 10% അങ്ങനെ തന്നെയായിരിക്കും. ആദ്യത്തെ കുട്ടിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് ആ ഒരു കേസ് മാത്രം വരാനുള്ള ചാൻസ് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ, നോക്കാൻ പറ്റത്തുള്ളൂ. അതേ ഉള്ളൂ ഗൈഡ് ലൈൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ബേബിക്ക് ഇപ്പൊ കഞ്ചനൈറ്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ ആയിക്കോട്ടെ, SMA ആയിക്കോട്ടെ, അതെ SMA പറഞ്ഞു. അപ്പം നമ്മൾ ആ പ്രഗ്നൻസിയിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ബേബിയിൽ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്തിട്ട് മ്യൂട്ടേഷൻ പ്രൂവൺ ആണെങ്കിൽ നമ്മൾ പ്രഗ്നൻസിയിൽ CAH-ഓ സിസ്റ്റിക് ഫൈബ്രോസിസോ താലസീമിയയോ SMA മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. അതിനപ്പുറത്തോട്ടുള്ള കണ്ടീഷൻസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പോസ്റ്റ് ടെസ്റ്റ് ജനറ്റിക് കൗൺസിലിംഗ് പറയുമ്പോഴത്തേക്ക് ടെസ്റ്റിന്റെ റിസൾട്ട് എങ്ങനെയാണ്, ഇപ്പൊ പ്രഗ്നൻസിയിലാണെങ്കിൽ ആ ഗർഭസ്ഥ ശിശു അഫക്റ്റഡ് ആണോ, അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശു നോർമൽ ആണോ, കാരിയർ ആണോ, എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതാണ് പോസ്റ്റ് ടെസ്റ്റ് ജനറ്റിക്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ചുമ്മാ ഒരു ജനറ്റിക് ടെസ്റ്റ് ഓഫർ ചെയ്യാനും പറ്റത്തില്ല, ചുമ്മാ ഒരാൾക്ക് പിടിച്ച് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാനും പാടില്ല. അഫക്റ്റഡും കാരിയറും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി. അഫക്റ്റഡ് എന്ന് പറയുന്ന ഒരു അസുഖം ഉള്ള ഒരാൾക്ക്, കാരിയർ എന്ന് പറയുന്ന ആള് ജീനിൽ ആ മ്യൂട്ടേഷൻ ക്യാരി ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അത് അഫക്റ്റഡ് ഉണ്ടാവില്ല. പക്ഷേ ഈ കാരിയർ ഉള്ള ഒരാൾ അടുത്ത കാരിയറുമായിട്ട് കല്യാണം കഴിച്ചാൽ അവരുടെ കുട്ടിക്ക് ഓട്ടോസോമൽ റെസസീവ് കണ്ടീഷൻസ് ഒക്കെ 2 കോപ്പിംഗ് ഡിഫക്റ്റീവ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആ ജനറ്റിക് കണ്ടീഷൻ വരാനുള്ള ചാൻസ് ആണ്. അതിൻ്റെയാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് സ്പൈനൽ മസ്കുലർ അട്രോഫി, താലസീമിയ, ഇതൊക്കെ ഓട്ടോസോമൽ റെസസീവ് കണ്ടീഷൻസ് ആണ്. അതുപോലെ ഭയങ്കര മോസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനറ്റിക് ടെസ്റ്റുകൾ ഏതാണ്? റൈറ്റ്. ജനറ്റിക് ടെസ്റ്റിംഗിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് ആണ്. പ്രീ ഇംപ്ലാന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രഗ്നൻസിക്ക് മുമ്പായിട്ടുള്ള ജനറ്റിക് ടെസ്റ്റിങ്ങിലൂടെയാണ്. അപ്പം ഈ PGT എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും PGT 4 തരത്തിലുള്ള പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് ഉണ്ട്. വൺ ഇസ് കോൾഡ് എസ് PGT-A, എന്യൂപ്ലോയിഡി സ്ക്രീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള PGT-A. സെക്കൻഡ് ഈസ് PGT-SR എന്ന് പറയുന്ന സ്ട്രക്ചറൽ റീഅറേഞ്ച്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ളത്. തേർഡ് ഈസ് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് ഫോർ മോണോജനിക് PGT-M. പിന്നെ ലാസ്റ്റിൽ വരുന്ന PGT-HLA. PGT-A, PGT-SR, PGT-M ആൻഡ് PGT-HLA എന്ന് പറഞ്ഞിട്ടുള്ള 4 തരത്തിലുള്ള പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിങ്ങുകളാണ് അവൈലബിൾ. A എന്ന് പറയുന്നത് റെക്കറൻ്റ് ആയിട്ട് IVF ഫെയിലിയർ ഉള്ള കപ്പിൾസിന് നമ്മൾക്ക് ഓഫർ ചെയ്യേണ്ടതാണ് PGT-A. എന്യൂപ്ലോയിഡീസ് ഇല്ല, ക്രോമസോമിലെ വ്യതിയാനങ്ങൾ ഇല്ല എന്നുള്ള ടെസ്റ്റിംഗ് ആണ്. അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഭ്രൂണത്തിൽ നിന്നാണ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പം PGT-ക്ക് 2 ഫാക്ടേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ഫാക്ടർ ഇസ് IVF, സെക്കൻഡ് ഫാക്ടർ ഇസ് ജനറ്റിക് ടെസ്റ്റിംഗ്. അപ്പോൾ IVF-ന്റെ സഹായത്തോടു കൂടി എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് എംബ്രിയോ ആയതിനു ശേഷം, നാച്ചുറലി ഉള്ള ഒരു എംബ്രിയോ ആണെങ്കിൽ അതിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല, നാച്ചുറലി ആണെങ്കിൽ നാച്ചുറൽ കൺസെപ്ഷനിൽ ചെയ്യാൻ പറ്റത്തില്ല. IVF, യെസ്, അതാ ഞാൻ പറഞ്ഞു. PGT-യിൽ 2 ഫാക്ടേഴ്സ് ഉണ്ട്. വൺ ഇസ് IVF ആൻഡ് സെക്കൻഡ് ഇസ് ജനറ്റിക് ടെസ്റ്റിംഗ്. സോ IVF-ഓട് കൂടി നമ്മൾക്ക് ആ ഭ്രൂണത്തിൽ നിന്ന് ബയോപ്സി ചെയ്തിട്ട് ഭ്രൂണത്തിൽ നിന്നാണ് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ PGT-A ആണെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് IVF ഫെയിലായി ഒരു കപ്പിളിന്, അപ്പോൾ അവർക്ക് അതിനകത്ത് ഭ്രൂണത്തിൽ നിന്ന് എന്യൂപ്ലോയിഡീസ് ക്രോമസോമിൽ വ്യതിയാനങ്ങൾ ഇല്ലാത്തത് ഭ്രൂണത്തിനെ തിരിച്ച് മദറിൻ്റെ യൂട്രസിനകത്തോട്ട് നിക്ഷേപിക്കാൻ പറ്റും. സോ ദാറ്റ് ഇൻക്രീസസ് ദി ചാൻസസ് ഓഫ് പ്രഗ്നൻസി. നമ്മൾ സാധാരണ IVF ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ PGT-A ചെയ്ത് കപ്പിളിലായിരിക്കും കൂടുതലും ഇംപ്ലാന്റേഷൻ വരാനുള്ള ചാൻസസും എന്തെങ്കിലും ഡിഫക്ട്സ് വരുമോ? ഇല്ലല്ലോ, ഇല്ല. ഇതൊരു സയന്റിഫിക്കലി പ്രൂവൺ ഒരു കാര്യമാണ്. അതിനകത്തുനിന്ന് ഭ്രൂണത്തിൽ നിന്ന് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ബയോപ്സി Day 5-ലോ Day 7-ലോ നമ്മൾ ഭ്രൂണത്തിൽ നിന്ന് ബയോപ്സി എടുക്കുമ്പോഴത്തേക്ക് 1 or 3 സെൽസ് ആണ് എടുക്കുന്നത്. 1 to 3 സെൽസ് വരെ എടുക്കാം. അപ്പോൾ ആ ഒരു 2 or 3 സെൽസോ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭ്രൂണത്തിൻ്റെ ഗ്രോത്തിനോ ഡെവലപ്മെന്റിനോ ഒന്നും ഒരു പ്രശ്നങ്ങളും വരാനില്ല. എന്നിട്ടാണ് സെക്കൻഡ് സ്റ്റേജിലാണ് ജനറ്റിക് ടെസ്റ്റിങ്ങുകൾ ചെയ്യുന്നത്. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഇസ് PGT-SR, സ്ട്രക്ചറൽ റീഅറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് ഓൾറെഡി കപ്പിളിനകത്ത് ഒരാൾക്ക് ക്രോമസോമിൽ വ്യതിയാനം ഉണ്ടെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്ട്രക്ചറൽ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഇതിലോടുകൂടി ആ കപ്പിളിനകത്ത് അവർ റെക്കറൻ്റ് ആയിട്ട് പ്രഗ്നൻസി ലോസ് ആയി പോകുന്ന കപ്പിളിലായിരിക്കും മിക്കവാറും ആരെങ്കിലും ഒന്നിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ക്രോമസോമിൽ വ്യതിയാനത്തിൻ്റെ കാരിയറായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾക്ക് ഭ്രൂണം ടെസ്റ്റ് ചെയ്താൽ, PGT-SR ചെയ്താൽ ഈ ക്രോമസോമിലെ വ്യതിയാനങ്ങൾ ഇല്ലാത്ത നോർമലായിട്ടുള്ള എംബ്രിയോസ് തിരിച്ച് നിക്ഷേപിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ആ ഒരു അബോർഷനായി പോകുമെന്നുള്ള പേടിയും ടെൻഷനും വേണ്ട.
പിന്നെ മൂന്നാമത്തേത് വരുന്നത് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് ഫോർ മോണോജനിക് PGT-M എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. PGT-M ഈ സിംഗിൾ ജീൻ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജീൻ ലെവലിലുള്ള വ്യതിയാനങ്ങളുള്ള കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഫാമിലിയിൽ ഓൾറെഡി ഫസ്റ്റ് ചൈൽഡ് അഫക്റ്റഡോ അല്ലെങ്കിൽ ഫാമിലിയിൽ രണ്ടുപേരും ക്യാരിയേഴ്സ് ആണ്, അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ജനറ്റിക് കണ്ടീഷൻ്റെ മ്യൂട്ടേഷൻ മാത്രം നമുക്ക് ആ PGT-M എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ IVF ചെയ്തിട്ട് നമുക്ക് 4 or 5 എംബ്രിയോസ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ എംബ്രിയോസിൽ നിന്ന് ഓരോന്നോരോന്നിൽ നിന്ന് നമ്മൾ ബയോപ്സി ചെയ്തിട്ട് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ ഒരു കപ്പിളിന് ഒരു 5 എംബ്രിയോസ് കിട്ടിയെന്ന് വിചാരിക്കും. ഈ 5 എംബ്രിയോസിൽ നിന്ന് നോർമലായിട്ട് 2, 3, 4 എണ്ണം കിട്ടും. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. സോ അവർക്ക് ആ എബോഷൻ്റെ ആ ഒരു മാനസിക പ്രയാസമേ വേണ്ട, ഡിഫക്റ്റ് ഉണ്ടാവുന്ന പേടിയും വേണ്ട, ആൻഡ് ദേ ക്യാൻ കണ്ടിന്യൂ ദ പ്രഗ്നൻസി. അതാണ് PGT-M എന്നുള്ള ഒരു കാര്യം. പിന്നെ വരുന്നത് HLA ടൈപ്പിംഗ് എന്ന് വെച്ചാൽ ഫസ്റ്റ് സിബ്ലിങ്ങുമായിട്ട് HLA മാച്ച് ചെയ്തിട്ടുള്ള PGT-M ചെയ്ത് HLA ടൈപ്പിങ്ങും ചെയ്തിട്ട് അതും കൂടെ മാച്ച് ആയിട്ടുള്ള ഒരു ഭ്രൂണത്തിന് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്താൽ ഫസ്റ്റ് ബേബിക്കും ഈ ബേബിയുടെ ബോൺ മാരോ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഫോർ ദ ട്രീറ്റ്മെന്റ് പാർട്ട്. അങ്ങനെ 4 ടൈപ്പ് ഓഫ് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറ്റിക് കണ്ടീഷൻ. പിന്നുള്ളത് ജീൻ തെറാപ്പീസ് ആണ്. ജീൻ തെറാപ്പി ഈസ് ഓൾസോ നൗ കമ്മിങ് ഇൻ ടു പിക്ചർ. അതും ഈ പറഞ്ഞ പോലെ സിബ്ലിങ്സിന് വേണ്ടിയിട്ടുള്ള സിബ്ലിങ്സ് അല്ല ഫസ്റ്റ് ചൈൽഡ് അഫക്റ്റഡ് ആണെങ്കിൽ ആ കുട്ടിക്ക് ഇപ്പോൾ SMA 14 crores ആ ഒരു മരുന്നും ഒക്കെ ജീൻ തെറാപ്പിയിലൂടെ വന്നിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ആണ്. ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയയ്ക്കായി ഹിമോഫീലിയ, തലസീമിയ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഇപ്പോൾ ജീൻ തെറാപ്പി അവൈലബിൾ ആയി വരുന്നു. ഹീമോഫീലിയ ശരിക്കും ഒരു ജനറ്റിക്കൽ ഡിസോർഡർ തന്നെയല്ലേ? ഡെഫിനറ്റ്ലി. ഹീമോഫീലിയ ഒരു എക്സ്ലിങ്ക്ഡ് റെസസീവ് ജനറ്റിക് കണ്ടീഷനാണ്. അതൊരു കാരിയർ മദറിലൂടെ മെയിൽ ഓഫ് സ്പ്രിങ്സിന് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അത് ആൺകുട്ടികൾക്ക് മാത്രം ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ഹിമോഫീലിയ. അതൊരു ജനറ്റിക് കണ്ടീഷൻസ് തന്നെയാണ്. ആ ഒരു ജനറ്റിക് കണ്ടീഷൻ നമുക്ക് പ്രഗ്നൻസിയിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് എക്സ്റ്റൻഡ് ആയിട്ട് ആരൊക്കെയാണ് കാരിയർ എന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് പുതിയ അറിവുകളാണ് നമ്മുടെ മാം പങ്കുവച്ചത്. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു മാം. ഇനി പ്രേക്ഷകരോടായിട്ട് മാമിന് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ, ജനറ്റിക് ഡിസോർഡേഴ്സ് ഫാമിലിയിലുള്ളവരോ എക്സ്റ്റെൻഡഡ് ഫാമിലീസിലുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസിക്ക് മുമ്പായിട്ടോ അല്ലെങ്കിൽ പ്രീ മെറൈറ്റലായിട്ട് ജനറ്റിക് ടെസ്റ്റിങ്ങൾ ചെയ്യുക. ആ ജനറ്റിക് ടെസ്റ്റിങ്ങിനകത്ത് വ്യതിയാനങ്ങൾ എന്താണെന്നുള്ളത് നേരത്തെ ഉറപ്പ് വരുത്തിയിട്ട് പ്രഗ്നൻസിയിലോ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് പ്ലാനിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ PGT പോലത്തെയുള്ള ജനറ്റിക് ടെസ്റ്റിലൂടെ അടുത്ത തലമുറയിൽ ജനറ്റിക് കണ്ടീഷൻസ് ഇല്ലാത്തത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ ഗർഭിണിയായിരിക്കുന്നവർ പ്രഗ്നൻസിയിൽ ഡബിൾ മാർക്കർ പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ക്വാഡ്രുപ്പിളോ NIPT പറഞ്ഞിട്ടുള്ള ജനറ്റിക് സ്ക്രീനിങ് ടെസ്റ്റ് അവെയിൽ ചെയ്യണം. ടെസ്റ്റുകൾ നടത്തണം. എന്നിട്ട് ഉറപ്പ് വരുത്തണം ഗർഭസ്ഥ ശിശുവിന് ക്രോമസോമിലോ ജനറ്റിക് വ്യതിയാനങ്ങളോ ഇല്ല എന്നുള്ളത്. അഡ്വാൻസ് ആയിട്ട് നിങ്ങളെല്ലാ ഫാമിലി ഹിസ്റ്ററിയും നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് പങ്കുവെക്കുകയും ചെയ്യണം. താങ്ക് യു മാം. താങ്ക് യു.